പുതിയ പാർട്ടി രൂപീകരിച്ച് പി.വി. അൻവർ എം.എൽ.എ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിയുടെ പേര്. പ്രഖ്യാപനം നാളെ മഞ്ചേരിയിൽ ഉണ്ടാകും. വിപിൻ സി വിജയൻ മലപ്പുറം ചെയ്തു. വിപിൻ, പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയിച്ചതാണ് നാളെ. ഇപ്പോൾ ഇതാ പാർട്ടിയുടെ പേരടക്കം വന്നിരിക്കുന്നു. ഇന്നത്തെ ചെന്നൈ സന്ദർശനം അത് വെറുതെയല്ല. ഈ DMK-യുടെ ഒരു കക്ഷിയായി അൻവർ കേരളത്തിൽ നിന്ന് വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ. അതേ സുഹൈൽ, വലിയൊരു രാഷ്ട്രീയ നീക്കം പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരുന്നു. DMK-യുടെ നേതാക്കളുമായി അദ്ദേഹം ചെന്നൈയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. അതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പുറത്തേക്ക് വരുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാണ് പി.വി. അൻവറിന്റെ പുതിയ പാർട്ടിയുടെ പേര്. ചുരുക്കി പറയുമ്പോൾ അതും DMK എന്ന് തന്നെ ആയിരിക്കും. അത് നാളെ മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിലായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതുമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. നാളെ വൈകിട്ട് 6 മണിക്കാണ് ഈ പൊതുസമ്മേളനം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നത്. 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ DMK-യുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു സഖ്യകക്ഷിയായി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ പുതിയ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി DMK-യുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നിരീക്ഷകൻ ഉണ്ടാകുമെന്നറിയുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതും ആകാംക്ഷയോടെ തന്നെ നോക്കേണ്ട കാര്യമാണ്. 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു ശക്തി പ്രകടനമായി മാറും നാളത്തെ പൊതുസമ്മേളനം എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു നെക്സസ് ഉണ്ട് എന്ന് പി.വി. അൻവർ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും സ്വന്തം പാർട്ടിയായി മാറുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ളൊരു പോക്ക് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു നയരൂപീകരണം, അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് DMK-യുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നലെ തന്നെ പി.വി. അൻവറിൻ്റെ മകൻ റിസ്വാൻ ചെന്നൈയിലേക്ക് എത്തുകയും മന്ത്രി സെന്തിൽ ബാലാജിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8:30 ഒരു വാർത്താ സമ്മേളനം പി.വി. അൻവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പൊതുസമ്മേളനത്തിന് തൊട്ടു മുൻപാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പി.വി. അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പുറത്തേക്ക് വരുന്നു. അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൈൽ, വിപിൻ സി വിജയൻ പറഞ്ഞതുപോലെ ചുരുക്കി പറയുമ്പോൾ DMK ആണെങ്കിലും അത് ദ്രാവിഡ മുന്നേറ്റ കഴക്കമല്ല, മറിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയാണ്. വിപിൻ, ചുരുക്കി പറഞ്ഞാൽ ഈ DMK ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. കോൺഗ്രസും CPI-യും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. DMK-യുടെ ഭാഗമാകുമ്പോൾ അൻവറും സ്വാഭാവികമായി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകില്ലേ വിപിൻ? അതെ, അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് പി.വി. അൻവറും ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ തന്നെ DMK-യുമായി ചേർന്ന് നിൽക്കുന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ EA സുഗു അടക്കമുള്ള ആളുകൾ ഈ സ്റ്റാലിന്റെ ഫോട്ടോ ഇടുകയും ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്കാണോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിരുന്നു. പി.വി. അൻവർ ആകട്ടെ ഇനി ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത് വന്യജീവി വിഷയങ്ങളാണ്, വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള വിഷയങ്ങളാണെന്ന് പറയുന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ മലയോര മേഖലയിൽ, അത് തമിഴ്നാട്ടിന്റെ ബോർഡറിലായാൽ പോലും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഏറ്റെടുക്കുന്നു. അതേക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതലായി ഇനി ഒരു ശക്തി പ്രകടനം കൂടിയാണ്. തൻ്റെ ഒപ്പം ഇത്ര ആളുകളുണ്ട്, തനിക്കൊരു പിന്തുണയുണ്ട് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ഒരു ജില്ലാ സമ്മേളനം എന്ന നിലയ്ക്കാണ് നാളെ പൊതുസമ്മേളനം വിളിച്ചിരിക്കുന്നത്. 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുമെന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും മഞ്ചേരിയിൽ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഒരു മന്ത്രി, ഇപ്പോൾ സെന്തിൽ ബാലാജിയെ പോലെ MK സ്റ്റാലിനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മന്ത്രിയുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും കേരളത്തിലെ പ്രവർത്തനം? DMK-യുടെ ഒരു മുന്നണിയുടെ ഭാഗമാവുകയാണോ, അതൊരു സഖ്യകക്ഷിയായിട്ടാണോ പ്രവർത്തിക്കുന്നത്, പുറത്തുനിന്നുള്ള പിന്തുണയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ നാളെ ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒരു മതേതര പാർട്ടിയായിരിക്കും താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ജനങ്ങളിൽ നിന്ന് നയം രൂപീകരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു അന്തിമ ഘടന രൂപീകരിക്കുക എന്നുള്ളതും പി.വി. അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പൊടുന്നനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുമെന്നുള്ളത്. അതിലും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ DMK-യുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കും പി.വി. അൻവർ എത്തിയിരിക്കുന്നത്. സുഹൈൽ, വിപിൻ, അൻവറിന്റെ കൂട്ടത്തിന് കൂടിയിരിക്കാൻ ഒരു മേൽക്കൂര വേണമായിരുന്നു. ആ മേൽക്കൂരയ്ക്ക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പേരിടുന്നു. ആ മേൽക്കൂരയ്ക്ക് കുറച്ചുകൂടി പവർ കിട്ടാൻ ഈ സമാനമായി ദേശീയ രാഷ്ട്രീയത്തിൽ പോലും വലിയ ഹോൾഡുള്ള, വലിയ പവറുള്ള DMK പോലത്തെ ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നു. അതിലൂടെ അൻവർ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ശക്തിയാവുക, അതിനപ്പുറത്തേക്ക് ഒരു തിരുത്തൽ ശക്തിയായി കേരളത്തിൽ നിൽക്കുമ്പോൾ DMK-യുടെ ഭാഗമാകുമ്പോൾ അത് എത്രത്തോളം അൻവറിന് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും, എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും അൻവറിന് മുന്നിലുള്ളത്? അതിനപ്പുറത്തേക്ക് നാളെ ഒരു പൊതുസമൂഹത്തെ കൂട്ടുമ്പോൾ ഏതെങ്കിലും ഒരു സർപ്രൈസ് ഗസ്റ്റുകളെ അടക്കം പ്രതീക്ഷിക്കാമോ?
തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാന സംഘടനയായി നിൽക്കുന്ന ഇപ്പോൾ DMK-യുമായി ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് എത്തുക, ഒരു പദവി വഹിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ അത് എത്ര ദിവസത്തേക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനൊക്കെ സംബന്ധിച്ചൊരു സംശയങ്ങളും രാഷ്ട്രീയമായ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താൻ വലിയ രീതിയിലുള്ള ഒരു കോലിളക്കം സൃഷ്ടിക്കുമെന്നൊക്കെ അൻവർ കേന്ദ്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നുകൊണ്ടായിരിക്കുമോ, അതിന് സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ രാഷ്ട്രീയമായി തന്നെ നിലനിന്നിരുന്നു. അതിനുകൂടിയുള്ള ഒരു ഉത്തരമാണ് ഈ DMK-യുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ സംഘപരിവാറിനെതിരെ കൃത്യമായി നിലപാടെടുക്കുകയും അതിനെതിരായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആണ് MK സ്റ്റാലിനും DMK-യും ഒക്കെ. ആ രീതിയിൽ തന്നെ കേരളത്തിലും വലിയ സ്വീകാര്യത MK സ്റ്റാലിനുണ്ട്, DMK-ക്കുണ്ട്. അപ്പോൾ അതുകൂടി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം CPI-യുമായി അകന്നതിന് ശേഷം ഈ സംഘപരിവാറിനെതിരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമെടുക്കുകയും അതിനെതിരെ ആദ്യം മുതൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അൻവർ. ഒപ്പം തന്നെ ഇവിടെയുള്ള സാധാരണക്കാര സഖാക്കൾ തൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നുണ്ട്. CPM നേതൃത്വത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ് തനിക്ക് ഈ പ്രശ്നങ്ങളുള്ളത്. അവരാണ് ഈ പാർട്ടിക്ക് ഒരു പ്രശ്നമായി നിൽക്കുന്നത്. സാധാരണ സഖാക്കൾ മനസ്സുകൊണ്ടെങ്കിലും തനിക്കൊപ്പമാണ്. അങ്ങനെയുള്ളവരുടെ പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തനിക്ക് ഉണ്ടാകുമെന്നുള്ളത് പറയുന്നു. അത്തരമുള്ള ആളുകൾ ഒരു പക്ഷേ പൊതുസമ്മേളനത്തിന് വന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സുണ്ടാകുമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സുഹൽ ചോദിച്ചതുപോലെ തന്നെ ഈ CPM നേതാക്കൾ ആരെങ്കിലും വരുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെയാണ് പൊതുസമ്മേളനത്തിന് അങ്ങനെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല, ആരെയും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. താൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ജനങ്ങളാണ് തൻ്റെ ശക്തി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നടത്തിയതുപോലുള്ള അപ്രതീക്ഷിതമായൊരു നീക്കം നടത്താനുള്ള ഒരു സാധ്യത മുന്നിൽ തന്നെ കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഇനിയിപ്പോൾ വേദിയിലേക്ക് എത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. നാളെ രാവിലെ എല്ലാത്തിനും മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ് PV അൻവർ ഈ നിമിഷത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. വിപിൻ, സ്വാഭാവികമായ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നാളെ പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ നാളെയാണ് പേരടക്കം പ്രഖ്യാപിക്കേണ്ടത്. ഒരുപടി കടന്ന് ഇന്ന് രാത്രി തന്നെ പേരുകളടക്കം പേര് പ്രഖ്യാപിക്കുന്നു. പക്ഷേ DMK-യുടെ ഭാഗമായി പ്രവർത്തിക്കും എന്ന് സൂചന വരുമ്പോഴും DMK-യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനമോ ഔദ്യോഗിക വിശദീകരണമോ ഇത് സംബന്ധിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഇതുവരെയും DMK-യുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വിവരവും ലഭിച്ചിട്ടില്ല. സഖ്യകക്ഷിയായി പ്രവർത്തിക്കുമോ, അതല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയായിരിക്കും ഇനി പുതിയൊരു പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നാളെ അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരികയുള്ളൂ. MK സ്റ്റാലിന് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി PV അൻവർ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് അറിഞ്ഞത്. പിന്നീട് അത് MK സ്റ്റാലിനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരമുണ്ട് എന്നുള്ള രീതിക്കൊക്കെ അറിഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴും തമിഴ്നാട്ടിലാണ്, കേരളത്തിലേക്ക് വരുന്നേ ഉള്ളൂ എന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നാളെ പുലർച്ചയോട് കൂടിയൊക്കെ ആയിരിക്കാം എത്തുക. പെട്ടെന്നായിരുന്നു ഈ ചെന്നൈയിലേക്കുള്ള യാത്രയും ഒപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയൊക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ ഉൾപ്പെടെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം DMK-യുടെ ഭാഗത്താണ് വരേണ്ടത്. അവർ കേരളത്തിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രവർത്തനമുണ്ട്. അക്കാര്യത്തിൽ ഇനി എന്തായിരിക്കും പുതിയ രാഷ്ട്രീയ പാർട്ടി, അതിന്റെ മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരും ദിവസങ്ങളിലാണ് വരേണ്ടത്. ഒരുപക്ഷെ നാളത്തെ പൊതുസമ്മേളനത്തിലായിരിക്കാം ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം, ഒരു നയരൂപീകരണത്തിന്റെ തുടക്കം ഒക്കെ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പുറത്തേക്ക് വരുന്നു. ഇതിനു മുൻപ് തന്നെ പറഞ്ഞതായിരുന്നു പൊതുസമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തന്നെ ഇപ്പോൾ അതിന് തൊട്ട് മുൻപ് തന്നെ ഈ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പേര് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയുള്ള പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും, എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ നിർത്തും, അത് വിജയിപ്പിച്ചെടുക്കും എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം ഇതിനു മുൻപ് തന്നെ PV അൻവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, മുഖ്യമന്ത്രിയിൽ ഓഫീസിലുള്ളവരെയും പോലീസിനുമൊക്കെ തിരുത്തി ഒറ്റപ്പെട്ട അൻവറിനും കൂട്ടത്തിനും ഇനി ചേർന്ന് നിൽക്കാൻ ഒരു കൂടാകുന്നു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. അത് ദേശീയ സഖ്യത്തിന് വലിയ പ്രാധാന്യമുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം DMK പാർട്ടിയുമായി ചേർന്ന് സഖ്യകക്ഷിയെ പ്രവർത്തിക്കും എന്നതടക്കമുള്ള സൂചനകളാണ് വരുന്നത്. നാളെ പൊതുസമ്മേളനത്തിൽ പാർട്ടി പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകും എന്ന് തന്നെയാണ് വിപിൻ സി വിജയൻ റിപ്പോർട്ട് ചെയ്തത്.